മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിയിൽ നിന്ന് ആരംഭിച്ച രഥയാത്ര നാളെ തവനൂരിലെത്തും. അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ എത്തുന്ന രഥയാത്ര യജ്ഞശാലയിലെത്തുന്നതോടെ ബ്രഹ്മദേവന്റെ യാഗഭൂമിയിലും ഉത്സവത്തിന് തുടക്കമാകും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സ്വാമിനി അതുല്യാമൃത പ്രാണയും സ്വാമി സംവിധാനന്ദഗിരിയും അറിയിച്ചു. ഭാരതപ്പുഴയിൽ ത്രിമൂർത്തി സംഗമസ്ഥാനത്തിന്റെ ഇരുകരകളിലുമായി നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിയിൽ നിന്ന് ആരംഭിച്ച രഥയാത്ര 25-ന് തവനൂരിലെ യജ്ഞവേദിയിലെത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എടപ്പാളിൽ നിന്ന് വാദ്യഘോഷങ്ങളോടെയാണ് രഥയാത്ര യജ്ഞവേദിയിലേക്ക് സ്വീകരിക്കുക. തുടർന്ന് ബ്രഹ്മ ശിവക്ഷേത്രങ്ങൾക്ക് സമീപമുള്ള യജ്ഞഭൂവിൽ ഉത്സവത്തിന് തുടക്കമാകുമെന്ന് ത്രിമൂർത്തി സംഗമ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ കൺവീനറും താനൂർ അമൃതാനന്ദമയി മഠാധിപതിയുമായ സ്വാമിനി അതുല്യാമൃത പ്രാണയും സഭാപതി സ്വാമി സംവിധാനന്ദഗിരിയും പറഞ്ഞു. ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി തുടങ്ങിയ മാഘമഘ മഹോത്സവം ഇന്ന് കേരളത്തിലെ കുംഭമേളയായി പരിവർത്തനപ്പെട്ടിരിക്കുകയാണ്. അത് വിപുലമായ രീതിയിൽ എല്ലാവർക്കും അതിൽ പങ്കെടുക്കുവാനും ആത്മീയ ചൈതന്യം നമ്മുടെ ഉള്ളിലും ആ ദേശത്തും എല്ലാം നിറയുവാനും വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു മഹായാഗം. ശങ്കരാചാര്യ തൊട്ട് ചണ്ടാള ബാബു വരെ എല്ലാ ആൾക്കാരും ഇതിൽ അവരുടെ സാന്നിധ്യം നിലവിൽ അറിയിച്ചിട്ടുണ്ട്. അതിലങ്ങനെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല, എല്ലാവർക്കും വരാം. ശ്രീചക്രയോഗം, വൈകാരിക സദസ്സ്, വേദപാരായണം, വിവിധ അഖാഡകളുടെ നേതൃത്വത്തിലുള്ള നിള ആരതി എന്നിവയും ഫെബ്രുവരി 3 വരെ നീളുന്ന മഹാമാഘ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും. സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി മുഖ്യ രക്ഷാധികാരിയായ സ്ഥിരം സമിതിയുടെ കീഴിലുള്ള സംഘാടക സമിതിയാണ് മാഘമഘ മഹോത്സവത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം.